സുഹൃത്തുക്കളെ നമസ്കാരം. അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഉണ്ടല്ലോ, അതെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എവിടെയെന്ന് അറിയാവോ? ഇന്ന് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തേവക്കലാണ്. അത് കാക്കനാടിനോട് തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള തേവക്കല്. തേവക്കല് വിദ്യോദയ സ്കൂളിൽ നിന്ന് ഏകദേശം ഒരു 600 മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വരുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളൊക്കെ അറിയണോ നിങ്ങൾക്ക് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിന്റെ ഓണർ താമസിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ച വീടാണ്, അല്ലാതെ വിൽക്കാനായിട്ട് പണി കഴിപ്പിച്ചതല്ല. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ ഇവര് ന്യൂസിലാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിലിനായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് 2 വാഹനങ്ങൾ സിംഗിൾ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ വൈഡ് റോഡ് നോക്കുകയാണെങ്കിൽ 5 മീറ്ററോളം വഴി സൗകര്യം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും 5 കിലോമീറ്റർ ആണ്. അത് സിഗ്നലൊന്നും കൂടാതെ തന്നെ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാവുന്ന ദൂരത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അത് നല്ലൊരു ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കയറി വരുമ്പോ തന്നെ ഉണ്ടല്ല, ഇവിടെ ആയിട്ടാണ് അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ്, ലിവിംഗ് സ്പേസ് വരുന്നത്. ലിവിംഗ് സ്പേസ് ആണ്. അതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസ്. താഴത്ത് ഇതിന്റെ ഫ്ലോറിൽ നല്ല വിശാലമായിട്ടുള്ള ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. കജാരിയൻ ടൈലുകളാണ്. അതുപോലെ തന്നെ സീലിംഗ് വർക്ക് ഒക്കെ ഒരു രക്ഷയില്ല. മനോഹരമായിട്ടുള്ള TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെയൊക്കെ ചെറിയ പ്ലാന്റ്സുകൾ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു വീടിനാണ് ഇത്രയും നമുക്ക് സ്പേസ് നമുക്ക് തോന്നിയിട്ടുള്ളൂ. ചെറിയ വീടുകൾ നമ്മൾ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതൊക്കെ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെയായിട്ട് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസും ഒരു രക്ഷയില്ല. അതിവിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിൻ കൗണ്ടർ ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത്. അത് സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ക്രോക്കറി ഷെൽഫുകൾ വെക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. അത് ഈ കൗണ്ടർ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ മോഡേൺ കൺസെപ്റ്റിലുള്ള കിച്ചൺ ആണ്, മോഡുലർ കിച്ചൺ ആണ്. എൽ ഷേപ്പ് കിച്ചൺ സ്ലാബ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 പായുള്ള വിൻഡോ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കിച്ചണും നല്ല വിശാലമായിട്ടുള്ള കിച്ചൺ ആണ്. അതുപോലെ തന്നെ ഇവിടെ വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ പണിതിട്ടുള്ള അത് എടുക്കുന്ന ആൾക്ക് അതിനനുസരിച്ചുള്ള രീതിയിൽ അവർക്ക് പണി അവർ ചെയ്തു തരുന്നുള്ളതാണ്. താഴെ നമുക്കുണ്ടല്ല ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. കണ്ട, വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇത് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ബാത്റൂമും ഒരു രക്ഷയില്ല, വലിയ ബാത്റൂമാണ്. എല്ലാ ബെഡ്റൂമിലും ഉള്ള ബാത്റൂം നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ്. അത് ബാത്റൂം അക്സസറീസ് എല്ലാം വരുന്നത് സെറ ബ്രാൻഡിന്റെ ആണ്. അതുപോലെ വിശാലമായിട്ടുള്ള ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ സീലിംഗ് വർക്കൊക്കെ നോക്കി വാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ഡോർ വരുന്നത് മഹാഗണിയിലാണ്. അതുപോലെ മഹാഗണി, ആഞ്ഞിലി മുതലായ തടികളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയിട്ടുള്ള സ്വിച്ചസ് എല്ലാം കൊടുക്കുന്നത് ഹാവൽസിന്റെ ആണ്. അതുപോലെ തന്നെ ഇനി നമുക്കറിയേണ്ടത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് കേൾക്കേണ്ടത്. കയറണ്ടേ? വാ. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽ കൊടുത്തേക്കണം. നോക്കി, ഇത് മഹാഗണിയിലാണ് ഈ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റീലിൽ ചെയ്തിരിക്കുന്ന താഴെ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വലിയൊരു ഫ്രെയിം വരുന്നുണ്ട്. അത് നല്ല നാച്ചുറൽ വെളിച്ചം കിട്ടാവുന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മളെ വെയിലും ഒത്തിരി അടിക്കാത്ത രീതിയിലൊക്കെ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ടഫ്ലൻഡ് ഗ്ലാസ് അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ് ഇട്ട TV യൂണിറ്റ്. വിശാലമായിട്ട് തന്നെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ട് തന്നെ TV കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതെ, ഇവിടെ ബാൽക്കണി വരുന്നത് നമുക്ക് 2 റൂം കണ്ടു കഴിഞ്ഞിട്ട് ബാൽക്കണിയിലേക്ക് വരാം അല്ലെ? വാ. ഇവിടെ TV യൂണിറ്റ് താഴത്തെ പോലെ തന്നെ അതിവിശാലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. താഴത്ത് നമ്മൾ കണ്ടല്ലോ, ആ ബെഡ്റൂമിന്റെ സൈസിലുള്ള ബെഡ്റൂം തന്നെയാണ് ഇതും. ഇതിലും വാർഡ്രോബ് ഒക്കെ സെയിം തന്നെയാണ്. മെറ്റീരിയൽ എല്ലാം സെയിം മെറ്റീരിയൽ തന്നെയാണ് മുകളിലും താഴെയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. താഴെ കണ്ട പോലെ തന്നെ സൈസ് നമുക്ക് ഇതിലും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്.
ഇത് മൂന്നാമത്തെ ബെഡ്റൂം. കണ്ടോ, ഇത് ചെറിയ ബെഡ്റൂമാണ്. അതുപോലെ തന്നെ വാർഡ്രോബ് അറ്റാച്ച്ഡ് സൗകര്യം കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട് ഇത്. ഇതൊരു സ്റ്റഡി റൂമാണ്. അപ്പൊ അങ്ങനെ 4 റൂമോളം നമുക്ക് വരുന്നുണ്ട്. ഇവിടെയും സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മേളിലേക്ക് പോവാം. നമുക്ക് ഈ വീടിന്റെ പ്രൈസ് അറിയണ്ടേ? പ്രൈസ് അറിയണം. അപ്പൊ 4 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂമുള്ള ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില വെറും 91 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചു. അപ്പൊ വീണ്ടും കാണണ്ട നമുക്ക്. ഓക്കെ.